ഇന്നത്തെ റെസിപ്പി 3 നേരത്തേക്കായാലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ടും. പിന്നെ ഈ ഒരു പലഹാരം സ്പൈസി ആയിട്ടും സ്വീറ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഏകദേശം ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് സവാള വഴന്ന് സോഫ്റ്റായിട്ട് വരണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഗരം മസാല കയ്യിലുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ മസാലയുടെ പച്ചമണക്കം മാറി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇപ്പോൾ ചെറുതായിട്ട് പിച്ചിയിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചിക്കന് പകരം മുട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. ഫില്ലിങ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി മധുരമുള്ള രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നെയ്യിൽ കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റി വെച്ചാലും മതിയാവും. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതാണ്. കൂടെ തന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിൽ 1 കോഴിമുട്ട നന്നായിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി പേരിന് മതിയാവും കേട്ടോ. ഇനി സ്നാക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ. ഇനി തുറന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്സ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കുമായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തുറന്നപ്പോൾ കുറച്ച് വൈകി പോയിട്ടുണ്ട്. മുകൾ ഭാഗം കറക്റ്റായിട്ട് സെറ്റായിട്ട് പോകരുത്. കുറച്ചൊരു തൊട്ട് നോക്കുമ്പോൾ ഉൾഭാഗത്ത് ചെറുതായിട്ട് സെറ്റായിട്ടുണ്ടാവും, എന്നാൽ മുകൾ ഭാഗം സെറ്റായിട്ടുണ്ടാവില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഇത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഫില്ലിങ്സ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ സൈഡ് ഭാഗം ബ്രൗൺ പാർട്സൊക്കെ മാറ്റിയിട്ടുള്ള കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ആ ഒരു മുട്ട ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ആദ്യം സൈഡിലൂടെ ഒഴിച്ചിട്ട് വേണം മുകളിലേക്കായിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് എല്ലാ സൈഡും ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി മുട്ട കുറവാണ് തോന്നുകയെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഒരു മുട്ടനെ മതിയായിട്ടുണ്ടായിരുന്നു. എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് സ്പ്രെഡാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാല് മിക്സ് ചെയ്താൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ടിൽ സൈഡിൽ മാത്രമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തോന്ന് മാത്രം. പിന്നെ മുട്ടയുടെ ബാറ്റർ സൈഡിലൂടെ എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമാണ് കറക്റ്റായിട്ട് ഈ ഒരു താഴത്തെ ഒരു ഫില്ലിങ് താഴത്തെ ഒരു ഇതുമായിട്ട് കണക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് വേവിച്ചെടുക്കാം. മുകൾ ഭാഗമൊക്കെ ആ മുട്ടൊക്കെ സെറ്റായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്
വേറൊരു പാനിലേക്ക് മാറ്റാം. ഇനി മുകൾ ഭാഗം ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് സ്പ്രെഡാക്കിയിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.